കാർഷിക വിപ്ലവം നടക്കുന്നത് ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയിലാണ്. പണ്ട് കർണാടകത്തിൽ പോയ ഇഞ്ചി കർഷകരൊക്കെ ഇപ്പോൾ തിരിച്ചു വരികയാണ് വയനാട്ടിലേക്ക്. സ്വാഗതം കൃഷിഭൂമിയിൽ. ഇഞ്ചിയിൽ വിപ്ലവം എന്ന് പറയുമ്പോൾ ഈ ഗ്രോ ബാഗുകളിലാണ് ഇപ്പോൾ ഇഞ്ചി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. പെരിക്കല്ലൂരിൽ ബോബി ഉണ്ട്, ബോബി സ്റ്റീഫൻ അല്ലേ? അതെ അതെ. 20,000 ഇഞ്ചി ഗ്രോ ബാഗുകളിലാണ്. ഇഞ്ചി ബാഗാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ. എന്താണ് ഈ ഇഞ്ചി ഗ്രോ ബാഗിന്റെ ഗുണം? എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം? മണ്ണിൽ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് വരുന്നതുകൊണ്ട് എന്താ ഗുണം? ഞങ്ങൾ മറുനാട്ടിൽ കൃഷി ചെയ്ത കർഷകരാണ്. അപ്പോൾ അവിടെ 15 വർഷം മേലെ ഞാൻ അന്യ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്നു. നമ്മുടെ കർണാടക മൈസൂർ ഭാഗം, ആൻപോസ്റ്റ് ആ ഭാഗത്തായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. സ്ഥലത്തിൻ്റെ പാട്ടം 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയാണ് ഒരേക്കറേക്ക് ഇഞ്ചി നടുന്നതിന് അവിടെ പാട്ടം വരുന്നത്. അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ യാത്ര, അവിടെയുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാം പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിവാക്കുക. കൂലിയും കൂടുതലാണ്. കൂലിയും ഇപ്പോൾ അവിടെ കൂടി. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമുക്ക് എങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കൃഷി ചെയ്യാൻ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഇഞ്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ, വേറെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് ബോബിയിലെ. അതെ അതെ. എന്തൊക്കെയായിരുന്നു? കുരുമുളക് ഉണ്ടായിരുന്നു, കുരുമുളക്, കാപ്പി, തെങ്ങ്, കവുങ്ങ് ഇപ്പോഴും കൃഷിയുണ്ട്. എൻ്റെ വീടിനടുത്ത് കവുങ്ങ് തോട്ടം ഇപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കൃഷികളൊക്കെ രോഗങ്ങൾ വന്ന് നശിച്ചു പോവുകയാണ്. ഓരോന്നിനും വിളയില്ലാണ്ടാവുകയാണോ ചെയ്തത്? അതെ, കുറേശ്ശായിട്ട് നമ്മൾ വർഷാവർഷം കൊടികളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 3 വർഷം പ്രായമാകുമ്പോഴത്തേക്കും ഇത് നശിച്ചു പോവുകയാണ്. ശരിക്കും അത് എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നതെന്ന് അറിഞ്ഞ് അതിനുള്ള മരുന്നുകളും ട്രീറ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ കഴിയും. അത് നമ്മൾ ഈ ഒത്തിരി നാളുകൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ പോയി കൃഷി ചെയ്തപ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. ഇനി വേണമെങ്കിൽ ഒരു കൊടിയോ കാപ്പിയോ ഒക്കെ നട്ട് കഴിഞ്ഞാൽ അതിനെ പരീക്ഷിക്കാം ആണെങ്കിൽ അതിനുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. തെങ്ങിൻ്റെ ഒക്കെ തല നോക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. അല്ല, അത് നമ്മൾ ഇവിടെ കൃഷി മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. നമ്മൾ ഇവിടെ കൃഷി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നെ വെട്ടി തെളിച്ച് തീയിട്ട സമയത്തൊക്കെ ഇതിൽ ലേശം കേടുപറ്റി. എങ്കിലും ഞാനതെല്ലാം ക്ലിയറായി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. തലയിൽ ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ ശരിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഇഞ്ചിയിലേക്ക് വരാം. അപ്പൊ ഇതിൽ ഈ ബാഗ് വെക്കുമ്പോൾ നമ്മളതിൽ മണ്ണ് പറമ്പിൽ തന്നെ എടുത്തിട്ടു. അതെ, നമ്മൾ മേൽമണ്ണ് തള്ളി മാറ്റിയ ശേഷം ആ മണ്ണ് പരിശോധിച്ചു. അതിന് pH പരിശോധിച്ച് കറക്റ്റാക്കി. ശാസ്ത്രീയമായിട്ടാണ് അത് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴയ കാലത്തെ പോലെ നടക്കില്ല. വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വ്യത്യാസമായിരിക്കും. pH ടെസ്റ്റ് ചെയ്ത് പക്ക ക്ലിയർ ആക്കിയതിന് ശേഷം മണ്ണ് ഇളക്കി അതിൽ ജൈവവളം, അതായത് NFPOയുടെ ഒരു ജൈവവളമുണ്ട്, സോയിൽ പവർ. അതായത് ആട്ടിൻകാഷ്ടം, ചാണകം, കോഴിവളം, പിന്നെ 11 മൂലകങ്ങൾ അത് ചേർത്ത് നമ്മുടെ കർഷകർ തന്നെ ഉണ്ടാക്കുന്ന വളമാണ്. ആ വളം മണ്ണിൽ മിക്സ് ചെയ്താണ് ഞാൻ ഗ്രോ ബാഗ് നിറച്ച് ഇഞ്ചി നട്ടി. ഫസ്റ്റ് ഒരു പകുതി ഭാഗത്തോളം മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം ഒരു ഇഞ്ചി വിത്ത് വയ്ക്കും. ഇഞ്ചി വിത്ത് വെച്ചിട്ട് ഒരു പിടി വീണ്ടും വളം അതിൻ്റെ ആ മുളകൾക്ക് കരുത്തോടെ വളരാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണിട്ട് മൂടി ഒരു കുറച്ച് കരികില പൊടിച്ചതിൻ്റെ മുകളിലിട്ടിട്ടാണ് നമ്മൾ നടുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നിലത്ത് മൾച്ച് ചെയ്തിട്ടുണ്ട്, ആ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അത് കാട് കയറാതിരിക്കാൻ. നമ്മൾ കാട് കണ്ടമാനം കയറുമ്പോൾ ഈ സ്പ്രേ, ഇപ്പം പുല്ല് കരിയാനുള്ള മണ്ണുകളൊക്കെ അടിക്കും. അത് നമ്മുടെ മണ്ണിൽ അത്ര നല്ലതല്ല. ഒരേക്കറയിൽ മൾച്ചിങ്ങിന് എന്ത് ചെലവ് വന്നു? അപ്പോൾ അങ്ങനെ ഞാൻ ചിലവ് സെപ്പറേറ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. ഞാൻ സ്വന്തം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ഏക്കറിലേക്ക് എനിക്കിപ്പോൾ മൊത്തത്തിലൊരു ചിലവ് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ ഈ ഗ്രോ ബാഗ്
നിറച്ച് ഇത്രയും പണികളെല്ലാം മൾച്ചിങ്, ഗ്രോ ബാഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം ചേർത്ത് ഇതിനി 4 മാസമാണ് എന്നുവെച്ചാലും കുറച്ചുകൂടി നീണ്ടുപോകാം വേണമെങ്കിൽ. 4 മാസമാണ് ഇഞ്ചിക്കുള്ള കറക്റ്റുള്ള വളർച്ച. നമ്മൾ വളങ്ങളും കൃത്യമായി ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 4 മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച ഇഞ്ചിക്ക് വളർച്ച അടിയിലുള്ള കിഴങ്ങുകൾ വീണ്ടും തടിക്കും. അതേ ഉള്ളൂ വളർച്ച 4 മാസം. കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-6 മാസമൊക്കെ 7 മാസം 8 മാസം ആകുമ്പോഴത്തേക്കും വിത്ത് പറിക്കാനുള്ള പാകത്തിനുള്ള ഇഞ്ചി ആകും. ഇത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മണ്ണും മൈക്രോ ന്യൂട്രിയൻസ് ടെസ്റ്റ് ചെയ്യും മണ്ണിൻ്റെ. അതിൽ നമുക്കറിയാം എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻസുകളാണ് നമ്മുടെ മണ്ണിൽ കുറവെന്ന്. ആ കുറവനുസരിച്ച് നമ്മൾ അത് കറക്റ്റായി ലിസ്റ്റ് ഉണ്ടാവും. അത് നോക്കി ഇനി എന്തോരം ആണ് നമുക്കിത് ആഡ് ചെയ്യേണ്ടത്, ഏറ്റവും കുറവുള്ളത് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ആ മൈക്രോ ന്യൂട്രിയൻസുകൾ നമ്മൾ ട്രെഞ്ച് ചെയ്ത് കൊടുക്കും. മഗ്നീഷ്യം, സിങ്ക്, ബോറോണ് അതുപോലെയുള്ള മൂലകങ്ങളില്ലേ, അത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ട്രെഞ്ച് ചെയ്ത് കൊടുക്കും ഫസ്റ്റ്. അപ്പോൾ തന്നെ അത് നമ്മൾ ഈ വരുന്ന വെള്ളത്തിൽ കൂടെ വിട്ടാൽ മതി. അതെ, നമ്മുടെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. വെഞ്ചുറിയിൽ ഒരു ഡ്രമ്മിനകത്ത് നമ്മളത് കലക്കി വെച്ചാൽ അതിൽ വെഞ്ചുറിയിൽ കൂടെ വലിച്ചു തന്നെ പോയി ഓരോ ചെടിയുടെ ചുവട്ടിൽ ഓരോ തുള്ളി വീഴാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്ന ഏർപ്പാടാണ്. കൃത്യമായിട്ട് പറഞ്ഞാല് കൃത്യമായിട്ടുള്ള നമ്മളിതിനെ പറ്റി ഒത്തിരി പഠിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ മനസ്സിന്റെ ഈ ട്രിപ്പ് ചെയ്തൊക്കെ ഞാൻ സ്വന്തമാണ്. ഇതെല്ലാം സ്വന്തമാണ്. ഒരാൾ പോലും നമുക്ക് ട്രിപ്പ് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഈ കൂടെ നിറയ്ക്കാൻ വന്ന ചേച്ചിമാർ. അവര് അതിന്റെ ഫിറ്റിങ്സുകൾ ഞാൻ അവിടെ ഇരുന്ന് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫിറ്റ് ചെയ്തല്ലാണ്ട് ഇതിന്റെ നമ്മൾ പറയുന്ന അറിയാവുന്ന വേറൊരാളെ വന്നിട്ടല്ല ചെയ്തത്, ഞാൻ തന്നെ ചെയ്തതാണ്, എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം, കൂർഗില് ഇത് മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ ബോബിക്ക് ആ ഒരു തോട്ടം പാട്ടത്തിലെടുക്കാണല്ലോ ചെയ്യാറ്, ഭൂമി പാട്ടത്തിലെടുത്താണല്ലോ ചെയ്യാറ്. അതെ, അവിടെ ചെയ്യുമ്പോൾ എത്ര വർഷത്തേക്ക് പാട്ടത്തിലെടുക്കാൻ പറ്റും? ഒരു ഏക്കറിൽ എത്ര തവണ കൃഷി ചെയ്യാൻ പറ്റും? അത് നമ്മൾ 18 മാസം മുതൽ 22 മാസം വരത്തേക്കാണ് ഒരു കൃഷിക്കാണ് അവിടെ ഇഞ്ചിക്ക് സ്ഥലം എടുക്കുന്നത്. ഒറ്റ തവണ അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു വർഷത്തേക്ക് 18 മാസം 22 മാസമൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി പറിക്കാതെ, ഒരു വർഷത്തിൽ പറിക്കാതെ, വില കുറവാണെങ്കിൽ അത് പറിക്കാതെ 2 വർഷം വരെ ഇടും. എന്നിട്ട് വില ഉണ്ടാകുന്ന സമയം കിട്ടുവാണെങ്കിൽ അത് പറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിലവിൽ വിലയില്ല. അവിടെ ഒരു വർഷമേ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ, ഒരു സ്ഥലത്ത് തന്നെ മണ്ണിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ അതിനെ അപേക്ഷിച്ച് എത്ര വർഷം വേണമെങ്കിലും ഇവിടെ തന്നെ കൃഷി ചെയ്യാം എന്നുള്ളൊരു മെച്ചാണ്. ഈ സ്ഥലം മതി, ഒരു സ്ഥലം മതി. നമ്മൾ ഗ്രോ ബാഗ് വെക്കുന്നു, ഈ ഗ്രോ ബാഗ് മാറ്റി വേറെ മണ്ണ്, അല്ലെങ്കിൽ ഈ മണ്ണ് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഉപയോഗിക്കാം ഈ മണ്ണ്. അല്ലെങ്കിൽ വേറെ മണ്ണ് എടുത്തിട്ടായാലും കൂടെ നിറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ തന്നെ മൾച്ചി ഷീറ്റൊക്കെ വെച്ചതുകൊണ്ട് ഇവിടെ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ എത്ര വർഷം വേണമെങ്കിലും കൃഷി ചെയ്യാം. കളയെടുക്കണ ചിലവുമില്ല, കളയെടുക്കാൻ ചിലവൊന്നുമില്ല. ഇത് ആകപ്പാടെ ഈ ഗ്രോ ബാഗിനകത്ത് ഫസ്റ്റ് ടൈം ഒരു നമ്മളാ നട്ട് ഈ ഇഞ്ചി വളരുന്നതിന് മുമ്പ് ഒരു 3-4 കള അത് നമുക്ക് സ്വന്തം എടുത്ത് കളയാവുന്ന രീതിയിലുള്ള കളയേ വരുള്ളൂ. ആരെയും കൂട്ടൊന്നും വേണ്ട. ഒരേക്കറിലേക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? നമ്മൾ ഇത് നിറയ്ക്കാൻ വേണ്ടി മാത്രമേ ആളെ കൂടിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഈ പണികളെല്ലാം നമ്മൾ സ്വന്തം ചെയ്തേക്കുന്ന പണികളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ NFO കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു അഗ്രോണമിസ്റ്റ് ഉണ്ട്. NFO എന്ന് പറയുന്നത് NFO നാഷണൽ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. 1000 കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് NFO. അതിൽ ഒരു അംഗമാണ് ഞാനും. ശരിക്കും ഇങ്ങനെ കർഷകരുടെ കൈകോർത്ത് പിടിച്ചും കൂടി നിങ്ങളുടെ ഈ പ്രശ്നത്തെ മറികടക്കാൻ നോക്കുന്നുണ്ട്. അവരും വന്ന് കണ്ട് എന്തായാലും വേണ്ടില്ല, ഇത്ര റിസ്ക് എടുത്ത് കർണാടകത്തിൽ കൃഷി ചെയ്യുന്നില്ല, ഇനി അടുത്ത വർഷം പോലും നമ്മൾ കേരളത്തിലേക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് നമ്മളോട് പറയുന്ന ആൾക്കാരുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഞ്ചി മാത്രമല്ല പച്ചക്കറിയും നമ്മൾ കുറച്ച് നടുന്നുണ്ട്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അതിനകത്ത് കണ്ടമാനം വിഷങ്ങളും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല പച്ചക്കറികളും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ വഴി എല്ലാവർക്കും ഒരു പ്രേരണ. 2 മാസം കൂടി കഴിയുന്നത് വരെ ഇത് കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പാകാം. വിലയ്ക്ക് അനുസരിച്ച് വിളവെടുത്ത് കൊടുത്താൽ മതി. നമുക്ക് വിളവെടുക്കാനും ബോബി ഒറ്റയ്ക്ക് മതി. ഇത് തട്ടി കവർ പൊട്ടിച്ചെടുക്കാൻ കുറച്ചൊക്കെ ആണെങ്കിൽ പറിക്കാൻ, ഇത് പറിക്കാൻ അങ്ങനെ നമ്മൾ സാധാരണ നിലത്ത് കിടന്ന പോലെ പറിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
ഒരു കവർ എടുത്ത് വയ്ക്കുന്നു, കട്ട് ചെയ്യുന്നു, തുറന്ന് കിടക്കുന്നു. അത്ര ബുദ്ധിമുട്ടേ ഉള്ളൂ. തട്ടിയും എടുക്കുക, മണ്ണ് തട്ടിയെടുക്കുക, മണ്ണൊന്ന് തട്ടി കൊടുത്താൽ മതി. തട്ടി കൊടുത്ത് എടുക്കുക. ഇതിലും പറിച്ചു വന്നു കഴിഞ്ഞാൽ ഇഞ്ചി പറിക്കൽ കഴിക്കും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു പ്രതീക്ഷയിലാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെയ്ത് നോക്കിയായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ. ആ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതൊക്കെ അത് നല്ല ടോപ്പ്. ഞാനൊരു സിമന്റ് ചാക്കിനകത്താണ് ചെയ്തത്. അതൊക്കെ അതിലൊക്കെ 3 കിലോ 4 കിലോയ്ക്ക് മുകളിലേക്ക് ഇഞ്ചി കിട്ടിയിരുന്നു ഒരു ചാക്കിൽ നിന്ന്. അതന്നേരം 2-3 വിത്ത് വെച്ചു. ഇത് നിലവിൽ ഒരൊറ്റ വിത്ത് വെച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഈ ഗ്രോ ബാഗിന്റെ ഒരു സൈസ് എത്രയാണ്? 18. അല്ല ബോബി, ഇപ്പൊ പലരും പച്ചക്കറി, ഇപ്പൊ കിഴങ്ങുകളൊക്കെ പലരും ഇപ്പൊ മണ്ണില്ലാണ്ട് തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചേന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചേമ്പ്, അങ്ങനത്തെ ഇല മാത്രം മതി. ആദ്യം കുറച്ച് കൊക്കോപ്പിറ്റും ചകിരിച്ചോറും കുറച്ച് ഇതുമായിട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ NFP എന്ന കമ്പനി പരീക്ഷണം ഈ വർഷം നടത്തുന്നുണ്ട്. വെറും ചകിരിച്ചോറും പിന്നെ കൊക്കോ, അതുപോലുള്ള കരിയില, അതുപോലുള്ള കരിയിലയും ഇല്ല, ഈ ചകിരിച്ചോറ് അതുപോലുള്ള അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നട്ട് ഈ വർഷം പരീക്ഷണം നടത്തുന്നുണ്ട്. അടുത്ത വർഷം ചിലപ്പോൾ വിജയിക്കുകയാണെങ്കിൽ മണ്ണില്ലാത്ത കൃഷിയായിട്ടാണ് വയനാട്ടിലെ നമ്മുടെ മണ്ണിലിറങ്ങും. മണ്ണില്ലാത്ത കൃഷിയുമായി മണ്ണിലിറങ്ങും. അപ്പോൾ ബോബിയുടെ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടമാണ് ഇഞ്ചിപ്പാടത്തെ ചിരി. ഇത് കൂടുതൽ വില കിട്ടട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി കാര്യം നമുക്ക് ഇതിന് ശേഷം പറയാം. അതെ. ബോബി, ഈ കാലാവസ്ഥയും മാറി വരുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഓവർ മഴ പെയ്താൽ പ്രശ്നമുണ്ട്. ഗ്രോ ബാഗിൽ വെള്ളം നിൽക്കാൻ സാധ്യതയുണ്ട്. വെള്ളം കെട്ടി അതിന് നമ്മൾ ഇവിടെ തന്നെയാണ് എപ്പോഴും. എവിടെയോ എത്ര മഴയില്ലാത്താണെങ്കിലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ഹോളിട്ട് വെള്ളം ഇത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഞ്ചിക്ക് കൊടകിലാണല്ലോ പ്രധാനമായിട്ട് ഇഞ്ചി കൃഷിക്ക് ആൾക്കാർ പോണത് അല്ലേ? ഈ വല്ലാത്തൊരു ആവേശമാണല്ലേ? ഇല്ല, ഇപ്പോൾ അത് മാറി. അതെല്ലേ? അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ആൾക്കാരെല്ലാം നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നാണ് ആൾക്കാരുടെ ആഗ്രഹം. കാരണം ഞാൻ ഈ കൃഷി ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ കർഷകർ വന്നിരുന്നു. അവരൊക്കെ തീർച്ചയായും അടുത്ത വർഷം ഞാൻ എൻ്റെ പറമ്പ് വെട്ടിത്തെളിച്ചിട്ടായാലും വേണ്ടില്ല ഒരേക്കർ ഇഞ്ചി ഇടും എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ മടുത്തു അവർക്ക്. കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾ, പാട്ടം, കൂലി, അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും മടുത്തു. വർഷങ്ങൾ, ഞാനൊക്കെ 15 വർഷത്തിന് മേലെ ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ നിന്ന് നമ്മുടെ കൃഷി ചെയ്താൽ അതിന് വേണ്ടി. അപ്പോൾ അതിനിടയിൽ ചോദിച്ചു, ഇപ്പോൾ നേരത്തെ ബോബി പറഞ്ഞൊരു സാധനം എന്താണെങ്കിൽ ഇവിടെ ഒരേക്കറിൽ 6 ലക്ഷം രൂപ ചിലവായിന്ന് പറഞ്ഞു. അത് ബോറിന്റെ കണക്കൊന്നും കൂട്ടാണ്ടാണ് ഈ 6 ലക്ഷം വരുന്നത്. ഒക്കെ പെർമനന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള എനിക്ക് അത് അവിടെ കിടക്കട്ടെ. അല്ലാണ്ട് ഇവിടുത്തെ കൊല്ലത്തെ ചെലവ് എന്നുള്ള എനിക്ക് 6 ലക്ഷം വന്നു എന്ന് പറഞ്ഞു. ഇത് മണ്ണിലാണെങ്കിൽ എത്ര വരും? മാക്സിമം 7-8 ലക്ഷം രൂപ എന്തായാലും ഒരു ഏക്കറിൽ അവിടെ ചെലവ് വരും. ഇവിടെ അതും കുറവാണ്. അപ്പം അതിലും കുറവാണ്. ഒരു 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ വേറൊരു മെച്ചമുണ്ട്. ഈ വർഷമാണ് 6 ലക്ഷം രൂപ. അടുത്ത വർഷം നമുക്ക് ഇത്രയും പൈസ ചെലവ് വരില്ല. ഈ ഡ്രിപ്പിന്റെയും ഈ ചെലവിന്റെ ഒന്നും ഇതെല്ലാം ഇതേപോലെ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. മണ്ണ് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നു, ഈ സ്പോട്ടിൽ കൊണ്ട് വെക്കുന്നു. അത് കുറേ പൈസയുടെ വ്യത്യാസം. ഒരു 4 വർഷത്തെ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ദൈവം സഹായിച്ചാൽ ഇവിടെ 4 തവണ ചെയ്യണത് അവിടെ 2 തവണ ചെയ്യണതിന്റെ ചെലവേ ഇവിടെ 4 തവണ ചെയ്യണതിന്റെ വരുള്ളൂ അല്ലേ? ഒരു കുറച്ച് ദീർഘകാലത്തേക്ക് നോക്കിയാൽ. അതെ. പക്ഷെ ബോബി, എന്നാൽ ഈ പറയുമ്പോഴും നമ്മൾ ഇഞ്ചിയുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ലോട്ടറിയാ അല്ലേ? ലോട്ടറിയാ. ഏതെങ്കിലും ഒരു തവണ പൈസ കിട്ടിയാലേ ഉള്ളൂ. വർഷങ്ങളോളം പൈസ പോയി കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കൃഷി ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു വർഷം പൈസ കിട്ടുള്ളൂ. തുടർച്ചയായി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, തുടർച്ചയായി ചെയ്യുന്നവരുടെ അവസ്ഥ ഇതാണ്. ഈ കർണാടകത്തിൽ കൃഷി ചെയ്ത് കർണാടകത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാർ വരെയുണ്ട്. കർണാടകത്തിൽ ഇഞ്ചി കൃഷിക്കാർ പൈസ കടമായിട്ട് ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആൾക്കാരുടെ മുഖത്ത് വെക്കാൻ പറ്റില്ല. ആ പൈസ കൊടുക്കാനുള്ള കടങ്ങളും ഇവിടുന്ന് സ്വർണവും ബാങ്കിൽ നിന്ന് കടവും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഒരു വർഷം നഷ്ടം വന്നു. അടുത്ത വർഷം ഇനിയും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിധത്തിൽ അടുത്ത വർഷം പോകുന്നത്. അടുത്ത വർഷം പോകുമ്പോഴും വീണ്ടും നഷ്ടമാണെങ്കിൽ സകല പിടിയും വിട്ടു
അപ്പോൾ ചിലർ അവിടെ പിന്നെ തോട്ടങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോരും. ഇഞ്ചിക്ക് വിലയില്ല, ഒത്തിരി പൈസ അവിടെ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. അവർ എന്ത് ചെയ്യും, തോട്ടം അവരോട് എടുത്തോളം പറഞ്ഞിട്ട് തിരിച്ചു പോരുന്ന ഒരേ ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ ഈ പറയുമ്പോൾ ഇഞ്ചി കൃഷി കൊണ്ട് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ കഥയെ പറയണം, ബാക്കിയൊക്കെ ഏതെങ്കിലും 1-2 പേര് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഈ പറയുന്ന ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ ഇഞ്ചി കൃഷിക്കാരാന്ന് പറയുന്നത് പാവങ്ങളാണ്. എല്ലാവരുടെയും ആരുടെയെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ചിലവിനുള്ള പൈസ പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലും നഷ്ടം വന്ന്. അതുകൊണ്ടാണ് ശരിക്കും അപ്പൊ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അപ്പൊ ഇഞ്ചിയുടെ നടുക്ക് നിൽക്കണേ. അതെ അല്ലേ, കൊല്ലൊരു വില കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ പക്ഷെ കുറവല്ലേ വിലയില്ല, വെറും 1500 രൂപ 1300 രൂപയാണ് ഒരു ചാക്ക്. ഒരു ചാക്കിൽ എത്ര ഉണ്ടാവും? 60 കിലോ. അതിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഈ കർഷകനാണ് ഈ വില കിട്ടുന്നത്. ഇത് കൊണ്ടുപോയി നമ്മുടെ എറണാകുളത്തോ അല്ലെങ്കിൽ എവിടുന്ന് അങ്ങ് വിട്ട് എവിടെയെങ്കിലും പോയി ഇഞ്ചിക്ക് ഒരു വില ചോദിച്ചു നോക്കുക. അപ്പോൾ അറിയാം 1 കിലോ ഇഞ്ചിയുടെ വില. അതെ, 100 രൂപയ്ക്ക് മേളിലേക്ക് ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കലുണ്ട്. 150 രൂപയ്ക്കാന്ന് പറഞ്ഞാൽ 1 കിലോ ഇഞ്ചിക്ക് അവിടെ. ഇപ്പോൾ നമ്മുടെ കർഷകന്റെ അവസ്ഥ എന്ന് ഓർത്തത്. അതെ, അപ്പൊ ശരിക്ക് ബോബി ഒരു കാര്യം, ഇപ്പൊ ബോബി ഇങ്ങനെ ഇത് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ വലിയ നഗരങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ 2 ഗ്രോ ബാഗ് വെച്ചാൽ അവരെ ആവശ്യത്തിന് സാധനം കിട്ടി. ഒരു 2 ഗ്രോ ബാഗ് അല്ല ഒരു 5 ഗ്രോ ബാഗ് വീട്ടിലെ ചെടിച്ചട്ടി പോലെ മേടിച്ചിട്ട് അടുക്കി വയ്ക്കുക. ആവശ്യം വരുമ്പോൾ ആ കവറ് പൊട്ടിക്കോ ഒന്നും ചെയ്യണ്ട, കുറച്ച് മണ്ണ് മാറ്റിയ ശേഷം ഒരു കത്തിയുണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറി. ഒരു വീട്ടിൽ എന്തായാലും പച്ചക്കറി ഉപയോഗിക്കാത്ത ആരുമില്ല. ഇഞ്ചി ഉപയോഗിക്കാത്തത്, നമ്മൾ ഇറച്ചിയോ മീനോ ഒരു സാധനം കറി വെക്കുന്നില്ല. ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു 2-3 ബാഗ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷവും ഇല്ല, നല്ല ഫ്രഷായി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വേണ്ട മുട്ടത്തോടോ പിന്നെ കരികിലയോ ഒക്കെ വാരി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് അതിനെ വരച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് ഇത്തിരി വെള്ളം, പണ്ട് സിനിമയിൽ പറഞ്ഞ ഒത്തിരി പരത്തിക്കൊരു ഒത്തിരി പിണ്ണാക്ക് അത് കണ്ടു. അതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാണുന്നത്ര ആകർഷകത്വമൊന്നുമില്ല ഇഞ്ചി കൃഷിക്ക്. കഷ്ടപ്പാടുകളുടെ കഥകളാണ് കൂടുതൽ പറയാനുള്ളത്. ഇത് ലോട്ടറി അടിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ബോബി. നാവ് പൊന്നാകട്ടെ എന്ന് ഞാനും ഉറപ്പായിട്ട് വരും. ഇപ്പോൾ ഈ നിൽക്കുന്ന പുൽപ്പള്ളിയായിരുന്നു പണ്ട് കറുത്ത പൊന്നിന്റെ തലസ്ഥാനം, കുരുമുളകിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. ബോബിയുടെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നു ആ പറയുന്ന നല്ല കാലം. അതെ അല്ലേ? മുളകിന് നല്ല വിലയുണ്ടായിരുന്നു. മുളകും ഉണ്ടായിരുന്നു. കൊടി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വെല്ലുപ്പൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് 2 പേരിങ്ങനെ പിടിച്ചാൽ എത്തിയാത്ത സൈസ് കൊടികളുണ്ടായിരുന്നു. ഒരു കൊടിയെന്നൊക്കെ മുളക് പറിച്ച് ചാക്ക് കണക്കിന് ഇറക്കിയ സ്ഥലമാണിത്. പക്ഷേ പുതിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഈ തിരിയുന്ന നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കൊടിയെന്ന് പോലും പറയാൻ പറ്റത്തില്ലാത്ത അന്നത്തെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ, അന്നത്തെ കാലത്ത് വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ, ഞാനൊരു 20 കൊല്ലം മുമ്പ് വരുമ്പോൾ പതുക്കെ ഇത് പടർത്തിയിരുന്ന മുരിക്കില്ലാണ്ടാവുമായിരുന്നു. ആദ്യം മുരിക്ക് കേടുവന്ന് പോകുന്നു അല്ലേ? മുരിക്ക് കേടുവന്ന് പോകുന്നതല്ല, നമ്മളൊരു ഈ കൊടി ഇട്ട് ആദ്യം 1-2 വർഷമൊക്കെ നന്നായിട്ട് കയറി വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-ാം വർഷം ആകുമ്പോഴത്തേക്ക് ഇത് ഒരു പഴുപ്പ് രോഗം പിടിച്ചിട്ട് പിന്നെ നശിച്ചു പോവുകയാണ് കൊടി. നേരത്തെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കാം അല്ലേ? ഇനി വേണമെങ്കിൽ നോക്കാം. ഇനിയൊന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കൃഷി രീതികളൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ കൃഷി രീതി പൈപ്പിൽ, കോൺക്രീറ്റിൽ അതിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളങ്ങൾ, എത്രയോ വർഷത്തേക്കുള്ള ജൈവവളങ്ങൾ ഫസ്റ്റിൽ തന്നെ ആ കൊടി തൈ വയ്ക്കുന്നതിന് താഴെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഈ കൊടിത്തൈ വയ്ക്കുന്നത്. അപ്പോൾ ഈ ജൈവവളത്തിൻ്റെ ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് തന്നെയല്ല, ഈ കൊടികൾക്ക് രോഗം വരുമ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ മരുന്നുകൾ, ഇപ്പോൾ വേരിൽ ഊരം വരുന്ന സമയത്ത് അതിന് കൃത്യമായി കണ്ടുപിടിച്ച് നമ്മുടെ കൃഷി ഭവനൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ചും കൂടി ഒന്ന് ജനങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കൊടിയൊക്കെ വീണ്ടും ഇനിയും ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള പുൽപ്പള്ളിയിലേക്കും വയനാട്ടിലേക്കൊക്കെ കുരുമുളക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ബോബി, അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് കൃഷിയാണെങ്കിലും, ഇപ്പോ കൊടിയാണെങ്കിലും അപ്പുറത്ത് ഇഞ്ചി ആണെങ്കിലും രോഗം ഉണ്ടാവുമ്പോൾ തുടക്കത്തിലേ നമുക്ക് കണ്ടെത്താൻ പറ്റണം. കറക്റ്റ്. അത് രോഗം വരുന്ന ടൈമിൽ തന്നെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട മരുന്നുകൾ അത് നമ്മൾ ചെയ്തിരിക്കണം. പണ്ട് നമ്മൾ നേരത്തെ പഴയ കാലങ്ങളിലൊന്നും ഒന്നും ചെയ്തിട്ടല്ല, വെറും മണ്ണിൽ ശരിക്കും നമ്മുടെയൊക്കെ പഴയ കാരണവന്മാരുണ്ടായിരുന്ന സമയത്ത്
അവര് പണിയെടുക്കുന്നത് തന്നെ ഇപ്പൊ ആരും പറമ്പിലൊന്നും വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുക്കുന്നില്ല. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറമ്പിൽ നിന്ന് കയറിയാലായിരുന്നു കാരണന്മാരൊക്കെ. ഒരു തോർത്ത് മുണ്ടും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിന് ചുവട്ടിൽ മണ്ണ് കൂട്ടല്, ചപ്പിടല്, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ കൂടുതലാരും അങ്ങനെ ചെയ്യുന്നില്ല, പണികൾ ചെയ്യുന്നില്ല. പിന്നെ രോഗം കൂടുതലായതുകൊണ്ട് എല്ലാവരും ഇത് നശിച്ചു പോകുന്നതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ചു. അത് നശിച്ചു പോകാത്ത രീതിയിൽ എന്തെങ്കിലും ഈ നമ്മുടെ കൃഷിഭവൻ അങ്ങനെയുള്ള അവരൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഒരു സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇനിയും കൃഷി ഈ കുരുമുളകൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. കൃഷി വകുപ്പൊക്കെ കുറേ കൂടിയും കർഷകരിലേക്ക് എത്തണം അല്ലേ? നിങ്ങളുടെ ഒരു അനുഭവം ഇനി എത്താണ്ടെന്നാണ്. എത്താനുണ്ട് അല്ലേ? എന്നാലും ഇപ്പൊ മുമ്പത്തെക്കാളൊക്കെ ആയിട്ട് ആൾക്കാര് ഓഫീസിലൊക്കെ ചെല്ലുമ്പോ സഹായിക്കാൻ മനസ്സൊക്കെ ഉണ്ട്. ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കൃഷി നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെയല്ല, വരാം പിന്നെ നോക്കാം അങ്ങനെയുള്ള. ഞാൻ കാണുന്നതാണ് ഈ പുതിയ പിള്ളേരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. നല്ല ചിലരുണ്ട്, നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബോബിയുടെ ഐഡിയ എന്താ? ഇപ്പൊ ഇഞ്ചി വെച്ചോടത്ത് പച്ചക്കറി ഇടും, ഇത് കഴിഞ്ഞാൽ ഒന്ന് വിളവിനനുസരിച്ചെന്ന് പറഞ്ഞു. മാക്സിമം ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് ഞാനിത് ഇഞ്ചി പറിച്ചതിന് ശേഷം അവിടെ ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാനാണ് അടുത്തെൻ്റെ ഒരു ആഗ്രഹം. കൊടകിൽ പോയിട്ട് ഇഞ്ചിയിൽ നഷ്ടം ഉണ്ടായോ? ഇഞ്ചിയിൽ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇഞ്ചി വാഴ എനിക്ക് കൃഷിയുണ്ട്. രണ്ടിലും ഈ കൊറോണ തുടങ്ങി കൊറോണ തീർന്ന് ഈ കഴിഞ്ഞ വർഷം മാത്രമേ വാഴക്കൊലയ്ക്ക് വില കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് എല്ലാ വർഷവും പൈസ. അടുത്ത വർഷവും നമ്മൾ സജീവമായിട്ട് ഇതേ ഇഞ്ചി ഇതേ വാഴയായിട്ടുണ്ടാവും അല്ലേ? അടുത്ത തവണ ഞാൻ ഇതിൽ പച്ചക്കറി നടും. അത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഞാൻ വിളിക്കും. അന്നും വന്ന് നമ്മള് പച്ചക്കറി തോൽപ്പിക്കാനാവില്ല മക്കളെ, നമ്മളിവിടെ ഉണ്ടാവും. ഓക്കെ, കൃഷിക്കാർക്ക് ഒരു സപ്പോർട്ടായിട്ട് ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ ബോബി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.